ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതൾ എൽസ ഒഫീഷ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇത് ഇത് ഓക്കെ ഇത് ഇത് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. എങ്ങോട്ടാടാ കയറി വരുന്നത് ചെറുക്കാ? ബാ കന്നം ബാ ബാ പോയോ 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 ഉമ്മഞ്ഞി ബാ വലിഞ്ഞു കയറി വരുന്ന ഈശ്വരാ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് ഞാൻ സിനിമ ഓടുന്നൊരു ആഗ്രഹം എനിക്കൂടെ എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പേടിച്ചു പോയി. ഈശ്വര പണി കിട്ടിയെന്ന് വിചാരിച്ചു. കാരണം കയ്യിലെ പൈസ വേണമെന്നൊരു ആഗ്രഹമായിരിക്കുമല്ലോ. പോവാ നീ കുപ്പിയും കൊണ്ടുപോ. ഞാൻ കുപ്പി എടുത്തോ, കൊണ്ടുപോക്കോ. ഓക്കെ, അപ്പം പറഞ്ഞു വന്നത് കിഡ്നി പോയി കുപ്പിക്ക് കിഡ്നി കടിച്ച്. ഓക്കെ, അപ്പോ അവനെ പറഞ്ഞു വിട്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. അപ്പം രാവിലെ അപ്പൊ സിനിമ വന്നു. ഇന്നലെ രാവിലെ ഓക്കെ സിനിമ വന്നു. എന്നോട് പറഞ്ഞു എടാ എനിക്കൊരു ആഗ്രഹം നോക്കിട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ മൊഴി എന്ന് വിചാരിച്ച്. അപ്പം ഞാനൊന്ന് പേടിച്ച്, കാരണം എങ്ങനെ കാശ് പോകുന്നവർ പറയാൻ പറ്റില്ല നമുക്ക്. പറയാൻ എനിക്ക് ഫോറിൻ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ തീർന്ന് കിഡ്നിയൊക്കെ പണയം വെക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി പറയാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ എടുത്തി വെച്ചോടോ, എന്നെ കൊണ്ട് താങ്ങുന്നതാണെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ താങ്ങുന്ന കാശിന്റെ വല്ലതും ഉണ്ടോ? അധികം പൈസ ഒന്നും ആവത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ശരി പറയാൻ പറഞ്ഞു. പറയാണ് എനിക്ക് സെക്കൻഡ് സ്റ്റഡ് കുത്തണമെന്ന്. അപ്പൊ ഞാൻ സെക്കൻഡ് സ്റ്റഡോ എനിക്ക് അങ്ങോട്ട് സോറി എനിക്ക് അറിയില്ല എടാ അതിനെ പറ്റി ഒന്നും. എനിക്ക് അറിയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ എടാ ഇവിടെ രണ്ടാമത്തെ കാതുന്നായി പറയുന്നെന്ന് പറഞ്ഞു. ഓ അങ്ങനെ ഞാൻ വെച്ചു സിമ്പിൾ. ഏറിപ്പോയ 50-100 രൂപ അത്രയല്ലേ ഉള്ളൂ, കുഴപ്പമില്ല കുത്തിക്കോളാൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു 40-45,000 രൂപ എൻ്റെ നിന്ന് പോയിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ അത് ഞാൻ മനസ്സിലാക്കിയത് വളരെ 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 വേദനയോടെയാണ്. ഇനിയിപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ വ്ലോഗ് കണ്ടിട്ട് പോവാ. ഇത് പിറ്റേ ദിവസമാണ്. അപ്പം ഫ്ലാഷ് ബാക്ക് ടു വ്ലോഗ്. അങ്ങനെ ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അല്ലേ വിനുക്കുട്ടെ? ഇപ്പൊ നമ്മള് പോകും, നമ്മള് കാതു കുത്തും അല്ലേ പോണോ? കുഞ്ഞിന് കാതു കുത്തണോ? നിനക്ക് കാതു കുത്തണോ? വേണ്ട. കുഞ്ഞിന് കാതു കുത്തണോ? അവന് കുത്തണോ പറ. എല്ലാം ഇങ്ങോട്ട് അത് തിന്നാനുള്ളതല്ല കേട്ടോ. അമ്മ എന്താ വിടറാ മലത്തി പിടിക്കുന്നത് അമ്മടുമ്പോൾ അങ്ങനെയല്ല. അമ്മ പഠിപ്പിച്ചു തരാം. വ്ളോഗിങ്ങിന്റെ പല പാഠങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. അയ്യോ അതിങ്ങനെ പിടിക്കണം ഒരു കയ്യകലത്തിൽ, മനസ്സിലായോ? നമ്മളുടെ തല നമ്മളുടെ ഫുൾ ഫിഗർ. ഇല്ല, എനിക്കൊരു ആഗ്രഹം ഉണ്ടായല്ലോ. അതെ, അപ്പൊ ആ ആഗ്രഹപ്രകാരം ചെയ്യുമ്പോ പേടിയൊന്നുമില്ല, ഒരു ഭയം. അപ്പൊ ഞാനോടൊന്ന് പ്രാർത്ഥിക്കാത്. അതുകൊണ്ട് എന്താണ് പ്രാർത്ഥന കേക്കട്ടെ? സെക്കൻഡ് സ്റ്റഡ് അടിക്കാൻ പോവാണല്ലോ. അതെ, അപ്പൊ എനിക്ക് കുറച്ച് പ്രാർത്ഥനയുള്ളൂ. സെക്കൻഡ് സ്റ്റഡ് അടിക്കുമ്പോ വേദന എടുക്കരുത്. ഇനി വേദന എടുത്താൽ തന്നെ വേദന ഞാൻ അറിയരുത്. അടുത്തത് നമ്പർ 3. ഇനി വേദന ഞാൻ അറിഞ്ഞാൽ തന്നെ പട്ടി പോകുന്നോലെ അവിടെ കിടന്ന് ഞാൻ പോകരുത്. അമേസിംഗ്, സിംപ്ലി അമേസിംഗ്. ഇത്രേ ഉള്ളൂ. ഇതൊന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു. അതെ, ദൈവം നിൽക്കുന്ന പെയിൻലെസ് ആക്ഷൻ എടുക്കാൻ നിൽക്കുവാണല്ലോ. സൂപ്പറാ. വീട്ടിൽ നിന്ന് എന്നായിരുന്നൊരു പ്രകടനം. സെക്കൻഡ് സ്റ്റഡ് കൂത്തുന്നു, മറ്റെന്തായാലും സിംഗപ്പണ് കളിക്കുന്നു, തിരിച്ചു വരുന്നു, പട്ടിഷ കാണിക്കുന്നു. എന്നിട്ട് ഇറങ്ങിയപ്പോ പറയണേ എനിക്കിട്ട് നമുക്കൊന്ന് പള്ളി പോയല്ല. എന്തിനാണ് എനിക്ക് ഭയങ്കര പേടിയെന്ന്. ഉറുമ്പ് കടിക്കുന്ന വേദനയേ ഉള്ളൂ. അതെ, ഏതുറുമ്പ്? കട്ടുറുമ്പ്. ഒരു 10 കുട്ടി അങ്ങനെ പേടിപ്പിക്കുന്നത് എന്താ നീ? നല്ല ഭംഗിയില്ലേ? കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ക്രിസ്മസ് ഒക്കെ ആവാറായല്ലേ? അതെ അതെ. എന്നാ പിന്നെ കട്ട് ചെയ്തിട്ട് പൊക്കൂടെ? ഞാൻ ഒന്ന് പോയി പ്രാർത്ഥിക്കട്ടാ. മുനിയാണ്ടി എവിടെ പോന്ന്? പേടിയൊക്കെ മാറിയാ? പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ദൈവം പറഞ്ഞു പോയി ചാവ്. കയ്യിരിപ്പ് പറഞ്ഞല്ലേ, കുഴപ്പമില്ല. ദൈവം പറഞ്ഞു ഇതൊക്കെ ഒരു നിസ്സാര വേദനയല്ലേ, ഒരു കുഞ്ഞിനെ പ്രസവിച്ച നീ എന്തിന് ഇതിനെ പറ്റി പേടിക്കുന്നു? അപ്പൊ ഞാൻ അതെ, ഇനി എന്നിട്ട് നിനക്ക് പേടിയാണ്, നീ എന്തിനത് കുത്തുന്നു എന്ന് പറഞ്ഞ ആട്ടി വിട്ടു. അതെ, അങ്ങല്ല അതുകൊണ്ട് ഞാനല്ല. അപ്പൊ അവിടുത്തെ പ്രദേശം കൈവിട്ട് സ്ഥിതിക്ക് ജിമ്മിക്ക് ആരുമില്ല, വേറെ വഴിയില്ലല്ലോ. ഇല്ല, പുണ്യാളം പറഞ്ഞ വേദന എടുക്കൂലെന്നാ. എങ്ങനെ
ഉറക്കെ ആന്ന് കരഞ്ഞാ മതി, ശബ്ദം ഉണ്ടാക്കിയാൽ മതി, അറിയില്ലെന്ന്. അപ്പൊ വേദന അറിയൂല. കുത്തുന്നതിന് മുമ്പേ കരഞ്ഞ ഒട്ടും അറിയില്ല, കുത്തി കഴിഞ്ഞിട്ട് കരണെങ്കിൽ അറിയോന്ന് പറഞ്ഞു. അവിടെ കുത്തുന്നതിന് മുമ്പ് ഒരു 10 സെക്കൻഡ് മുമ്പെങ്കിലും കരയണം. നമുക്ക് സ്വർണ്ണക്കടയിൽ ആള് കൂടുന്നതിന് പോവാ. ഗായ്സ്, നമ്മള് കടയെത്തി. അപ്പൊ സിനിമയ്ക്ക് ഒരു സംശയം, ഇറങ്ങാൻ പറ്റുന്നില്ലേ. എന്താ സിനിമ? കാല് വിറയ്ക്കുന്നു, ഷുഗർ ഡൗൺ ആയതോ തോന്നുന്നു. പേടിയൊന്നും ഇല്ല. ഇറങ്ങണോ ഒരു കുട്ടി? ഇറങ്ങണോ? ഇറങ്ങാല്ലേ? ഇറങ്ങണം. ഇറങ്ങാം. എന്തിനാ? എന്റെ തീരുമാനമാണ്. ഞാൻ മേൽക്കോട്ടോട് പറഞ്ഞു, മേൽക്കോട്ടെ തീരുമാനം എന്റെയാണ്. കൊച്ചു പറഞ്ഞാൽ ഞാൻ കുത്തൂലട്ടാതുകൊണ്ട് അല്ല, ആഗ്രഹം കുത്തിക്കോട്ടെ. ഞാൻ എന്തിനാ നോ പറയുന്നത്? കുത്ത്. അല്ല, എനിക്ക് വൈകുന്നേരം വരെ ആഗ്രഹം ഉണ്ടായി. പക്ഷെ ഒരു 5 മണി കഴിഞ്ഞിട്ട് ആഗ്രഹം മാറി. എന്താണോ രാത്രി സൂര്യൻ അസ്തമിച്ചോണ്ടായിരിക്കും. അതായത് ജാതുവാ, സൂര്യന്റെ ആയതുകൊണ്ടെങ്കിലേ പവർ കിട്ടത്തുള്ളേ. എന്താ ഇത് വില്ലാതിനാ? അപ്പൊ അകത്ത് കാണാം കേട്ടോ, കരച്ചിലും പിടിച്ചിലും കാണാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് പറയൂ. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. ഷൂട്ട് ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞാൽ കമ്മലിടാൻ പറ്റും. മാനുവലായിട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ കുത്തിട്ട് ഇപ്പൊ തന്നെ ഇടാം. അതായത് ഇങ്ങനെ പിടിച്ചു അപ്പൊ ഇയാൾക്ക് ഏതാ വേണ്ടത് ചോദിച്ചവര്. ഏതാ വേണ്ടത്? തൊട്ട് തൊട്ട് എന്നെ ഇതിൽ തൊട്ട്. ഞാൻ വിചാരിച്ചില്ല അതിനുമ്പ് തൊട്ട് എന്താണ് രണ്ടും ഒന്ന് തന്നെ തൊട്ടാ. എന്ത് തൊട്ടത്? മാനുവൽ കുത്തണം ഇപ്പൊ തന്നെ ഇടാം. ഞാൻ സ്റ്റഡ് കണ്ടിട്ട് ഇംപ്രസ് ആവുകയാണെങ്കിൽ മാനുവൽ കുത്താം, അല്ലെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇത് ഡയമണ്ട് ആണോ? ഗോൾഡിലില്ലേ? ദേവിനിക്കുട്ടെ, എന്റെ മാല കണ്ട, മോതിരം കണ്ട, അതിന്റെ കമ്മല്. പക്ഷെ ഇത് ഇങ്ങനെ നോക്കുമ്പോ വെള്ളി പോലെ ഇരിക്കുന്നില്ലേ? വെള്ള കളർ പോലെ ഇരിക്കുന്നില്ലേ? 20 minutes later. കുറച്ചു നേരമായി, എന്തായി ഒന്നും എടുക്കുന്നില്ലയോ? ഇതിനെക്കൂട്ടെ ഇല്ലുമിനാണ്ടി ത്രികോണത്തിലിരിക്കുന്ന ഇല്ലുമിനാണ്ടി പറങ്ങാണ്ടി എടുത്തിട്ട് വാബണ്ണ. അത് പുതിയ കളക്ഷൻ ഒന്നല്ല, പുതിയതാണ് ഇപ്പൊ കൊണ്ടുവന്നാണ്. അത് ഇതിനെക്കൂട്ടെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. വേറെന്താ ഉള്ള സിനിമ? കുരിശുണ്ട്, പക്ഷെ ഓൾറെഡി കുരിശായിട്ട് നീ എന്റെ കൂടെ എന്റെ കൂടെ തന്നെ. സിനിമ 2 കുരിശിട്ട് കഴിഞ്ഞാൽ താൻ സ്ക്വയർ ആയി പോകും. ഇതെന്താ ഉള്ളത്? ഒരു ഇലയ കണ്ടല്ലോ, വാഴയില. വാഴയില. ഇത് തന്നെ 3 എഫക്ട് ലാഭമായല്ലോ. അല്ല, 3 കാശ് മേടിക്കും. അത് മേടിക്കും. ഇവിടെ ആക്ച്വലി എല്ലാ തരത്തിലെയും മുക്കിച്ചിട്ടുണ്ട്. ഇവിടെ ഹൈടെക് ആയിപ്പോ. കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇല്യൂമിനാറ്റി തൊട്ട് ഗൂഗിള് വരെ കേട്ടാ. ഇത്ര ഗൂഗിളും ആലല്ലേ, ഇത് വാഴയിലയാ, എല്ലാം ഉണ്ട്. ആലയിലേക്ക് പക്ഷെ ഇങ്ങനെ ഗ്യാപ്പില്ലല്ലോ. അപ്പൊ വാഴയില. പിന്നെതാ ഇത് വട്ടയില, ഇത് ത്രികോണം മതി, ഭക്ഷണയില. എല്ലായിടത്തും ഇലയിട്ടില്ല. ശർക്കര കപ്പയുടെ ഇല ഉണ്ടാവും. കപ്പയുടെ ഇലയാ? ഇത് കഞ്ചാവ് ഇടിക്കല്ല, വേറെന്തോ. വീഡിയോ കാണുന്നില്ല ഭർത്താക്കന്മാരോട് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നീ പറഞ്ഞു ഇടക്കിടക്ക് നീ ഭർത്താക്കന്മാർക്ക് ഉപദേശം കൊടുക്കും. പരിമര ഇതിൽ സ്വർണം കാണിക്കുമ്പം 2 ഏതാ വിട്ടു നിൽക്കുമ്പോഴത്തേക്കും ഏതെണ്ണം വിലക്കുറവുള്ളത് ആദ്യം കൊള്ളാതെന്ന് പറഞ്ഞു, സൂപ്പർ എന്ന് പറഞ്ഞോണം. ഇല്ലെങ്കിൽ അവർ നിങ്ങളെ കൊണ്ട് 2 ചിലപ്പോൾ എടുപ്പിച്ചിരിക്കും. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയണം, അയ്യേ സിനിമ കൊള്ളത്തില്ലല്ലോ, ഇയാൾക്ക് ഇതിലും ബെറ്റർ ആയിരുന്നു, ഇവിടെ കളക്ഷൻ കുറവാ എന്ന് പറയണം. എന്നേ പറയാവൂ. സംഭവം നിങ്ങൾക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടു എങ്കിലും നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറയരുത്. കാരണം അത് ഞാൻ എടുത്തതാ പറയുന്നത്. ഇപ്പം നമുക്ക് ഇപ്പം ഭർത്താക്കന്മാർക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ പോലും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാവൂ. കാരണം അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സൺ ഇത് ഹാനികരമാണ്. ചിരിക്കുന്നതാണ് അതെന്റെ ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഇടയെ കൂടെ എടുത്ത് ഒരു കയ്യിലെ കൂടെ വരുന്നുണ്ട് കേട്ടാ. വരുന്നു കേറി. എങ്ങോട്ടാണ്?
ഈശ്വര എങ്ങോട്ടാണ് എന്താണ് ആരാണ് എന്താണ് എന്ത് വേണം കല്ല കല്ല ഇനി എനിക്ക് നല്ലോണം കണക്കൂട്ടാ ഇനി എന്നെ കണക്കൊന്നും പിഴക്കത്തില്ല എന്റെ കണക്കൂട്ടിലൊന്നും തെറ്റൂല അതെ എന്താണ് ഞാൻ പുതിയ കാൽക്കുലേറ്റർ വാങ്ങിച്ചില്ലേ പൊന്നായി നീ 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 ചിരിച്ചെങ്ങനെ ചിരിച്ചെന്ന് എന്തോ എന്ത് വേണം കുഞ്ഞിന് കാത് കുത്തണോ തിന്നാളല്ലാത് എന്നുള്ള എന്ത് വേണല്ലോ അമ്മ ചോദിച്ചല്ലേ അമ്മ എല്ലാം എടുത്തു അമ്മ അമ്മ ചോദിച്ചല്ലേ അമ്മ തോന്നിയ ദിവസം ചോദിക്കില്ലെന്നൊരു നമ്പിക്ക ഞാൻ ചോദിക്കും ഞാൻ ചോദിക്കാൻ എന്റെ മിനുക്കുട്ട എന്തൊരു സുന്ദരനാ ഈ സുന്ദരമായ മുഖത്ത് ആ കാതുകളിൽ ഒരു കടുക്കൻ ഒരു കാതിലിട്ട നല്ല ഭംഗിയായിരിക്കും ഇടുന്നോ കാതിൽ കിടക്കേണ്ട ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു പണ്ട് അവനെ കാത് കുത്തിയിട്ട് എല്ലാരും പറഞ്ഞാ വേണ്ട വേണ്ടെന്ന് അവസാനം കാത് പഴുത്തു അതോ മൈൻഡ് ചെയ്തില്ല കമ്മ്യൂണിസ്റ്റ് വെച്ച അരച്ച് തേച്ച് അഡ്ജസ്റ്റ് ചെയ്തു 2 മാസം കഴിഞ്ഞപ്പോൾ അവന്റെ കാത് മുറിച്ചു മാറ്റി പക്ഷേ പഴുപ്പ് ശിരസിലേക്ക് പടർന്നിരുന്നു 6 മാസം അവൻ ഇഹലോകവാസം പിടിച്ചു അങ്ങ് എനിക്ക് ആകണ്ട അതുകൊണ്ടാ ഇല്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ല കുത്തിയേനെ കുത്തൂരിക്കുട്ടി രസമായിരിക്കും ഓളം മരപ്പട്ടി ഇവിടെ ഒരു കാതിലിട്ട് ഇനി കൊച്ചിനെ ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിച്ചോ തന്നെ കടഞ്ഞു വേണ്ട അതെടുന്നോട്ട് എന്റെ ആവശ്യമില്ല മിനുക്കുട്ട കടുക്കൻ കുത്തണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഭൂരിപക്ഷം കമന്റ് മിനുക്കുട്ട കാത് കുത്തണം എന്നാണ് വരുന്നതെങ്കിൽ ഈ വീഡിയോക്ക് ഒരു 300 above വ്യൂവും മിനുക്കുട്ട കാത് കുത്തണം എന്നുള്ള 300K 3 ലക്ഷം അടുത്ത വീഡിയോ മിനുക്കുട്ടയുടെ കാതുകുത്ത് അങ്ങനെ കമന്റ് ഇടുന്നവരെ വീട്ടിൽ കയറിയാ വിട്ടുന്നതായിരിക്കും അമ്മച്ചിയാണ് ഇടിക്കുക കാര്യം ഞാൻ പറഞ്ഞേക്കാം ഹായ് വന്നല്ലോ ഞാൻ എന്റെ മരണം ഇത് സിമ്പിൾ ആയിപ്പോയി കുറച്ച് മുഴുത്തത് പക്ഷെ ഇവിടെ വലുതെടുക്കട്ടെ പുറത്ത് മറ്റേ ഇതുണ്ട് കാര്യങ്ങളുണ്ട് കരിങ്കല്ല് എടുത്ത തൂക്കി വിടാല താപ്പോട്ടെ ഞാത്തിയല്ല എന്ന് പറയുന്നു ഒത്തിരി വലുതായി പോകും എന്റെ ആവശ്യമില്ല കട്ടി 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 എന്റെ അടുത്തിരുന്നതാ കേട്ടോ അവിടുന്ന് ആ പുള്ളിക്കാരൻ അത് എന്തൊക്കെ അതുകൊണ്ട് കുത്താൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ 2 ചെയർ അങ്ങോട്ട് മാറിയിരിക്കുന്നു വേറൊന്നും കൊണ്ടല്ല ഇറങ്ങി ഓടാൻ ഞാൻ സമയം കൈപ്പിടിച്ചേക്കുക സംഭവിച്ച് ഇറങ്ങി ഓടാനായിട്ട് അതുകൊണ്ട് എനിക്ക് എത്താത്ത രീതിയിൽ 2 ചെയർ അപ്പുറത്ത് മാറിയിരിക്കുവാണേ കുഴപ്പമില്ല കൊള്ളാം 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 അത് നമ്മൾ ഈ ആടിനെ കറക്കാൻ കൊണ്ടുപോകുമ്പോഴത്തേനും കുറച്ച് വെള്ളം കൊടുക്കില്ലേ അതുപോലെയാണ് ഞാൻ എനിക്ക് ആദ്യം ഇച്ചിരി ഒരു സന്തോഷം പകർന്നു നിന്നാണ് വരുന്നുണ്ട് ഏത് കാണാന്ന് പറഞ്ഞത് 2 ഉണ്ടല്ലേ സോറി 2 ഉണ്ടല്ലോ ബോർഡിൽ വരെ കിട്ടുന്നില്ല മാർക്ക് ചെയ്ത് അടുത്തത് എവിടെ ടൂൾസ് അതാണല്ലേ അവിടുത്തെ സൂചിയാണെന്ന് അതേലാണോ സൂചി വെക്കുന്നേ നോക്കണൊന്നുമില്ല സൂചിയുള്ള ചെറുതൊന്നുമില്ലേ ഉണ്ടോ മുട്ടു സൂചി കുത്ത് ഒരു കഥ മതി കേട്ടോ ചെവി ചുമന്നു കേട്ടാ ചെവി ചുമന്നു അമ്പിടുവേ കരഞ്ഞില്ലല്ലോ കരഞ്ഞോ ആ ഇരി ഇരി കഴിഞ്ഞില്ലേ ഇത്
ഇല്ലേ മരവിച്ചു പോകണം. അങ്ങനെ ഒരു കാത് സക്സസ് ആയിട്ടുണ്ട്. പിന്നെ വേദനിക്കാണ്ട് ഭാരതാംബേ അതിന് വേദന കൂടുതലായിരുന്നു. ആരും നോക്കുന്നില്ലല്ലോ. കണ്ണൊക്കെ ചുമന്ന്, മുഖവും ചുമന്ന്, ചെവിയും ചുമന്ന്. ആ കുഞ്ഞു മേടിച്ചു പൊന്നായി. അവൻ കരഞ്ഞു. അയ്യോ അയ്യോ ഇക്കാത് ഭയങ്കര വേദന എടുത്ത്. അവൻ കരയുന്നു. അമ്മേ അയ്യോ പക്ഷെ നല്ല രസമുണ്ട്. എന്താ നോക്കിയടാ, കണ്ണ് തുറന്നു വെച്ച്. കളടി കൊച്ചരെ സിനിമ നൊന്തോന്നാ ഇരിക്കും. ഞാൻ നിനക്ക് ഒരെണ്ണം മേടിച്ചരാ, കുത്തി നോക്കാം, അപ്പൊ മനസ്സിലാവും നൊന്തോന്ന്. എന്ത് തന്റെ ആഗ്രഹം, അതുകൊണ്ട് ഒന്ന് പറയാനുള്ള ആഗ്രഹമില്ല. ഐഡിയ എന്റെ പോയി. ആശാനെ ഓ രണ്ട് ചെവിക്കും ഭയങ്കര ചൂട്. പറയൂ, താങ്കളുടെ ആ ഒരു എക്സ്പീരിയൻസ് പറയൂ, എങ്ങനെ ഉണ്ടെന്ന്. എനിക്കിത് കഴിഞ്ഞിട്ട് മൂക്കൂത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം മാറി കിട്ടി. പരിപൂർണ്ണ ആഗ്രഹം മാറി കിട്ടിയല്ലേ? അയ്യോ പുകയും എനിക്ക് ഇവിടെ മുതൽ ഇവിടം വരെ കുത്തിയേക്കണവരുടെ കാര്യം ഒന്ന് ആലോചിച്ചൊക്കെ. എന്താല്ലേ എന്റെ ദൈവമേ. ഇനി മുക്കൂത്തുണ്ടേ? ഇനി ഒന്നും കുത്ത ഒരു തേർഡ് സ്റ്റഡ് ആയാലോ? വേണ്ട, താല്പര്യമില്ല, വേണ്ട. നമ്മള് കാതുത്താൻ വന്നത് മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിലാട്ടെ എടപ്പള്ളിയില്. പ്രൊമോഷൻ അല്ല, അവര് നമ്മുടെ ഫ്രണ്ട്സ് ആണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്, അതുകൊണ്ട് ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ വരുന്നേ. അപ്പൊ പറഞ്ഞു തന്നത് ഇനി വിനുക്കുട്ടിയുടെ കാത് കുത്തണം എന്നാണ് എന്റെ അതിയായ ആഗ്രഹം. നിങ്ങളെ ആഗ്രഹം സഫലീകരിച്ചു തരണം നിങ്ങള്, അല്ലേ വിനുക്കുട്ടെ? ഹലോ ഹലോ. ഇതിവിടെ ഇരിപ്പുണ്ടായിരുന്ന എന്ത്? എന്റെ ആഗ്രഹം പോയി, അതുകൊണ്ട് ഒന്നും പറയണില്ല. എന്താ ഇത് അരിയുണ്ട ബ്ലൂസുണ്ട സംതിങ്. നേരത്തെ ചെവി മാത്രമേ പോയുള്ളൂ, ഇപ്പൊ തെണ്ടി പല്ലും കളഞ്ഞു. ഗൈസ്, നിങ്ങൾ ആരും ഇതുപോലെ ആക്രാന്തം മൂത്തൊന്നും തിന്നാൻ നിൽക്കരുത്. പല്ല് ഡെയിലി തേക്കുന്നവർ മാത്രമേ ഇത് കഴിക്കാവൂ. ഏമ്പക്കം വിടുന്ന ആൾക്കാർ കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ഭീഷണിപ്പെടുത്തിയതാണ്. അത് അങ്ങനെയായിരുന്നോ? ഞാൻ കരുതി എന്റെ പല്ലിനെ പറ്റി കുറെ പേര് നെഗറ്റീവ് ഒക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ പല്ല് നേരെയത്തതാക്കാമെന്ന് വിചാരിച്ചിപ്പോ ഞാൻ ഇൻവിസ് ലൈനർ ഇടുന്നുണ്ട്. അല്ല, മറ്റുള്ളവര് കുറ്റം പറഞ്ഞോണ്ടല്ല, എനിക്ക് തന്നെ ആഗ്രഹം ഉണ്ടായി മാറ്റാൻ. മറ്റുള്ളവര് പറഞ്ഞ എനിക്ക് പുല്ലാണ് എന്നാണ് വിഴുക്കൂട്ട എന്റെ അടുത്ത് ആലോചിക്കാൻ പറഞ്ഞേക്കുന്നത്, അല്ലേ വിഴുക്കൂട്ടെ? എനിക്ക് പുല്ലാണ്. അപ്പൊ എനിക്ക് ഗ്രാസാണ്. അപ്പൊ എനിക്ക് ഒരു പല്ല് ശരിയാക്കണം എന്ന് തോന്നിട്ട് അലൈനർ ഇടുന്നുണ്ട്. അപ്പൊ അത് ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഇരിക്കുന്ന പല്ലിങ്ങനെ കുറേശ്ശെ നീങ്ങി വരുമല്ലോ. അങ്ങനെയൊക്കെ തന്നെ. ഈ അവസ്ഥയിൽ ഈ അരിയുണ്ടൊക്കെ ഞാൻ കടിച്ചാ അത് എന്റെ പല്ലിന് ഭയങ്കര, ഇതിന് മുന്നേ ഭയങ്കര വരുന്ന അർത്ഥം. എന്നോട് താൻ കള്ളം വെച്ചതുമാ. അത് അവര് ചോദിച്ചാ, നിന്നോട് ചോദിച്ചാ അവര് എന്തുണ്ടെങ്കിലും കരിമ്പ് പോലും ഞാൻ കടിച്ചു മുടി കൊടുക്കണം. അതെയാ, യുനോ അസിസ്റ്റന്റ് ഉള്ളപ്പോ ഞാനെന്തൊരു പണിയെടുക്കണം. പൊട്ടിച്ചല്ലേ താ ഒന്നുകൂടെ പൊട്ടിക്കും. അപ്പൊ ഇത്രയുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വന്ന കേട്ടോ. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നല്ല വേദന ഉണ്ടെങ്കിൽ കാണാൻ കൊള്ളാല്ലേ? ബൈ ദ ബൈ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇവന്റെ കാതുകുത്തണ കാര്യം മറക്കണ്ട. നിങ്ങൾ കമന്റ് ചെയ്ത് ഭൂരിപക്ഷം കമന്റ് വരികയാണെങ്കിൽ നമ്മൾ ഇവരെ കൊണ്ടുപോയി കാതുകുത്തിക്കുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നൊരു ബൈ ബൈ. നടക്കൂല. ഗ്രാസും ജിഞ്ചറും നോട്ട് വാക്കിംഗ്.
പുല്ലും ചുക്കും നടക്കാൻ മുകളിലൊന്ന്